അപ്പോൾ അല്ല കൈസ് നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഒരു സ്ഥലം വരെ പോയാന്ന്. അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് ഞാൻ അടുത്തിട്ട് പറഞ്ഞുതരാം. നമ്മളങ്ങനെ പെട്രോളെല്ലാം അടിച്ച് ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്ഥലമായിരിക്കും. തളിപ്പറമ്പ് ഭാഗത്താണ് ഈ സ്ഥലം വരുന്നത്. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. കണ്ണൂരിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. നമ്മൾ ആക്സസ് എടുത്ത് നേരെ വിട്ട് സ്ഥലത്തേക്ക്. സത്യം പറയാമല്ല, പോയ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞാനും എൻ്റെ ചങ്ങായും കൂടിയാണ് പോയത്. സംഭവം കിടിലൻ സ്പോട്ടാണ്. പോകുന്ന വഴിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. നല്ല കാഴ്ചകളെല്ലാം ഉണ്ടായിന്, നല്ല വ്യൂ പോയിൻ്റെല്ലാം ഉണ്ടായിന്. ഈ വ്ളോഗ് ചിലപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും, ഷോർട്ടായിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് ഇട്ടേക്ക്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായി. ആലക്കോട് ഭാഗം കയറിയിന്. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് സമയം അവിടെ വണ്ടി നിർത്തിയതിനു. പിന്നെ ചെറിയ രീതിയിലുള്ള ചുരവും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് പോകുന്നവർക്ക്. അത്ര വലുതൊന്നുമല്ല, എന്നാലും ഇതാണത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ ചെറിയ മിനി വ്ളോഗും കാര്യങ്ങളെല്ലാം ഇടൽ. ഇതിൽ കുറച്ച് ലോങ് ആയിട്ട് ലെങ്തി ഉള്ളത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പിന്നെ നമ്മൾ ഈ പോകുന്ന സ്ഥലം റീൽസിലും കാര്യങ്ങളെല്ലാം ഒരിക്കൽ ഫേമസ് ആയതാണ്. അപ്പോൾ ഈ സ്ഥലം കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ആലക്കോട് ഭാഗത്താണ്. ആലക്കോട് തളിപ്പറമ്പ് അങ്ങോട്ട്. കണ്ണൂരിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറൊക്കെ യാത്ര ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് രാവിലെ എണീച്ച് വരേണ്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് താബോർ ഹിൽസ്. നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 മണിക്ക് വിട്ടിട്ട് അവിടെ ഒരു 6:45 6:50 എത്തിന്. എന്നിട്ടൊരു 10 മിനിറ്റ് ട്രക്ക് ചെയ്യാനുണ്ട് മുകളിലെത്തണമെങ്കിൽ. ഇവിടെയുള്ള കല്ലുമുള്ളിൽ ചവിട്ടിയിട്ട് മുകളിലെത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിന്. പിന്നെയും മലയും കടലും കയറുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തെ പിന്നെയും നല്ല മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ളും മരവും കാര്യങ്ങളെല്ലാം പൊട്ടി കൊണ്ടേന്. ഇത് 1ാമത്തെ പൊട്ടലാണ്, ഇനിയുണ്ട് 2 അങ്ങനെ നമ്മൾ ആ കാടും കുന്നെല്ലാം കയറി ഏകദേശം മുകളിലെത്താനായി. പിന്നെ നോക്കുമ്പോൾ അടുത്ത പൊട്ടി വീണത്. ഇതൊരു പ്ലാവാന്ന് തോന്നുന്നു. പിന്നെ അടുത്ത മെയിൻ എൻട്രി ആയിട്ടുള്ള ആടിയും ഇതുപോലെ പൊട്ടിയിരുന്നു. വലിയൊരു മരം. പിന്നെ സൈഡിൽ കൂടെ നമ്മൾ കാട്ടിലെ കൂടെ പോയി. അങ്ങനെ നമ്മളാണ് നടന്ന് ഏകദേശം മുകളിലെത്തി. കുറച്ചും കൂടി നടക്കാണ്ട്. ഇതാണ് നമ്മൾ നടന്ന് വന്ന വഴി. പിന്നെ നമ്മൾ അവിടെ നടന്ന് മുകളിലെത്തി. അപ്പോൾ ഇതാണ് സ്പോട്ട്, താബോർ ഹിൽസ്. കയറിയപ്പാട് തന്നെ ഞാൻ ഒരു കാലുമോ പോയിട്ടിരുന്നു. എൻ്റെ മോനെ എന്തൊരു കാലുവേനേനും അറിയോ. സംഭവം നൈസ് പ്ലേസാണ്. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ട് മലയും കുന്നെല്ലാം ട്രക്ക് ചെയ്ത് വരണം, എന്നാലേ ഈ ഒരു വ്യൂ കിട്ടും. അതും രാവിലെ എണീച്ചിട്ട് വരണം. ഉച്ചക്കൊന്നും ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളതിൻ്റെ താഴേക്ക് കുറച്ച് നടന്നു പോയി. തിരിച്ചു വരുമ്പോൾ എൻ്റെ ചങ്ങായി വീഡിയോ എടുത്തു തന്നിനു. നമ്മൾ കയറി വരുന്നത് അതിൻ്റെ അടിയിലേക്ക് അങ്ങ് നടന്നു പോയിക്കാനാൽ താഴെത്തുമെന്ന് തോന്നുന്നു. നമ്മൾ അത്ര ദൂരമൊന്നും പോയിട്ടില്ല, എന്നാലും കുറച്ചെല്ലാം പോയി.